സന്നിധാനത്തെത്തുന്ന ഭക്തജനങ്ങൾക്ക് പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കാൻ 300ഓളം സേനാ ഉദ്യോഗസ്ഥരാണ് ഈ വർഷം ഡ്യൂട്ടിയിലുള്ളത്. സന്നിധാനം, KSEB, മാളികപ്പുറം, നടപ്പന്തൽ, കൊപ്രക്കളം, ശരംകുത്തി, ഭസ്മക്കുളം, പാണ്ടിത്താവളം, സോപാനം തുടങ്ങിയ പാതകളിൽ അടിയന്തര യൂണിറ്റും ഒരുക്കിയിട്ടുണ്ട്. ഓരോ പോയിന്റിലും 8ഓളം ഉദ്യോഗസ്ഥരും സന്നിധാനത്ത് കൺട്രോൾ റൂമും പ്രവർത്തിക്കുന്നുണ്ട്. ഇതുവരെ 250ലധികം അടിയന്തര സുരക്ഷാ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ നട അടയ്ക്കുന്ന സമയങ്ങളിൽ സോപാനവും 18ാം പടിയും വൃത്തിയാക്കുന്ന ശുചീകരണ പ്രവൃത്തിയും നിശ്ചിത ഇടവേളകളിൽ അഗ്നിരക്ഷാ വകുപ്പിലെ ഉദ്യോഗസ്ഥർ നടത്തും. ശബരിമലയിലെയും പമ്പയിലെയും വ്യാപാര സ്ഥാപനങ്ങളിലും പരിസരങ്ങളിലും സുരക്ഷ ഉറപ്പാക്കി അഗ്നിസുരക്ഷാ ബോധവൽക്കരണവും പരിശോധനയും ഇവരുടെ ചുമതലയാണ്. അതിനിടെ സർവീസിലെ അവസാന സന്നിധാന ഡ്യൂട്ടി നിർവഹിച്ച് പുതുവർഷത്തിൽ വിരമിക്കാനൊരുങ്ങുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ സന്നിധാനത്ത് ആദരിച്ചു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർമാരായ KT അശോക് കുമാർ, ഗ്രേഡ് ASTO അനിൽകുമാർ, സ്റ്റേഷൻ ഫയർ റെസ്ക്യൂ ഓഫീസർ ജ്യോതികുമാർ KA എന്നിവരെയാണ് ആദരിച്ചത്. ദീർഘകാല സേവനത്തിന് ഉപഹാരവും നൽകി. സി മലയാളം ന്യൂസ്, പത്തനംതിട്ട. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.